أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ പരീക്ഷയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുപരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട മക്കൾ, അവരുടെ രക്ഷിതാക്കൾ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ദുആ വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. അർഹമായ ഉന്നതമായ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വിദ്യാർത്ഥികൾ 5ലേക്ക്, 7ലേക്ക്, 10ലേക്ക്, 12ാം ക്ലാസ്സിലേക്കൊക്കെ പൊതുപരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട മക്കൾ, തുടക്കക്കാരായ 5ാം ക്ലാസ്സിലേക്ക് എഴുതുന്ന വിദ്യാർത്ഥിനികൾ, ഏറ്റവും ഒടുവിൽ പൊതുപരീക്ഷ എഴുതുന്ന +2 വിദ്യാർത്ഥിനികൾ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടുന്നതിന് വേണ്ടി, ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകുന്നതിന് വേണ്ടി, പഠിച്ചത് മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി, പരീക്ഷ ഭയം മാറുന്നതിന് വേണ്ടിയൊക്കെ പല ടിപ്സുകളും, പല ദിക്റുകളും, പല സ്വലാത്തുകളും, പല ആയത്തുകളും, പല ഇസ്മുകളും, പല മാർഗങ്ങളും പല വീഡിയോകളിലൂടെയായി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്, ഇന്ന് നമ്മൾ പഠിക്കുന്നത്, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പോകുന്ന ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില വിഷയങ്ങളാണ്. കഴിഞ്ഞ പല മജ്ലിസുകളിലും ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കൊക്കെ വേണ്ടി നിരന്തരം നമ്മൾ ചെയ്യേണ്ടുന്ന ചില ടിപ്സുകളാണ് പരിചയപ്പെട്ടതെങ്കിൽ, ഇന്ന് നമ്മൾ പറയുന്നത് പരീക്ഷാ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഈ വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ, ഈ വിഷയം നമ്മൾ എണ്ണി പറയുമ്പോൾ, ഈ വിഷയങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ ഭയങ്കര വിഷയമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ പഠിക്കാൻ സമയം എവിടെ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ നമ്മുടെ പഠനത്തെ ബാധിക്കാത്ത ടിപ്സുകളാണ്, വിഷയങ്ങളാണ്, മാർഗങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിക്കാതെ അള്ളാഹുവോട് സഹായം തേടിയിട്ട് കാര്യമുണ്ടോ? പഠിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കുന്നതിന് വേണ്ടി ദിക്റുകൾ ചൊല്ലിയിട്ട് വിജയിക്കാൻ അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പഠിക്കുന്നതിൻ്റെ കൂടെ, പരിശ്രമിക്കുന്നതിൻ്റെ കൂടെ ഒരു സപ്പോർട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അതുകൂടി നമുക്ക് നേടിയെടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഉന്നതമായ വിജയം, ഉയർന്ന ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേറെ നല്ല മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പരീക്ഷാ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട, പഠനത്തെ ബാധിക്കാത്ത ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്നാമത്തെ വിഷയം എന്നുള്ളത്, നമ്മൾ സുബ്ഹിക്ക് എണീക്കുക എന്നുള്ളതാണ്. പരീക്ഷാ ദിവസത്തിൽ സുബ്ഹിക്ക് എണീക്കണം. സുബ്ഹിക്ക് എണീക്കുക എന്നുള്ളത് വലിയ ഖൈറാണ്, വലിയ ബറക്കത്താണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ബുക്കൂരിന, ഞങ്ങളുടെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ എന്ന് മുത്തുനബി തങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. പരീക്ഷാ ദിവസത്തിൽ സുബ്ഹിക്ക് എണീക്കാതിരിക്കുക എന്നുള്ളത് ഭയങ്കരമായ മോശമാണ്, ഒരു വളരെയധികം പ്രയാസമാണ്, വളരെയധികം നഹസാണ്. ഒരിക്കലും നമ്മൾ സുബ്ഹിക്ക് എണീക്കാതിരിക്കരുത്. സുബ്ഹിക്ക് എണീക്കുക എന്നുള്ളത് വലിയ ബറക്കത്താണ്. സുബ്ഹി നമസ്കരിക്കുക, വുളു ഉണ്ടാക്കി സുബ്ഹി നമസ്കരിച്ച് കുളിച്ച് ഫ്രഷായി നമ്മൾ ഒരു അര പേജെങ്കിലും ഖുർആൻ ഓതുക. അര പേജ് ഖുർആൻ ഓതുക എന്നുള്ളത് നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന വിഷയമല്ല. വളരെ കുറഞ്ഞ സെക്കൻഡുകളെ കൊണ്ട്, മിനിറ്റുകളെ കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയുന്നതാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അതാണ്, ഒരു അര പേജെങ്കിലും ഖുർആൻ ഓതുക എന്നുള്ളത്. അത് വലിയ പ്രകാശമാണ്, വലിയ ധൈര്യമാണ്. നമ്മുടെ പരീക്ഷാ ഭയമൊക്കെ മാറ്റാൻ കഴിവുള്ള പവർഫുള്ളായിട്ടുള്ള ദിക്റാണ്. വിശുദ്ധമായ ഖുർആനിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ, പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ, പരീക്ഷ എഴുതുമ്പോഴൊക്കെ വുളു ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
നമ്മൾ ഉളൂഓട് കൂടിയിരിക്കുമ്പോൾ, എപ്പോഴും ഉളൂ ഉള്ളവരായിരുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ഉളൂഓട് കൂടി നമ്മൾ പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കാൻ ശ്രദ്ധിക്കുക. ഉളൂഓട് കൂടി നടക്കുന്ന ഒരു മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുടെ പ്രത്യേകമായ കാവലും പ്രാർത്ഥനയും ഉണ്ടാകുമെന്നുള്ള വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഉളൂ ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. നാലാമത്തെ വിഷയം എന്നുള്ളത് ളുഹാ നമസ്കാരം നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ളുഹ നമസ്കരിക്കാൻ നമുക്ക് 2 മിനിറ്റ് മതി. സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അളവിൽ ആയതു മുതൽ ളുഹയുടെ സമയം തുടങ്ങുകയാണ്. 2 റക്അത്ത് ളുഹ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്താക്കിയിട്ട് 2 റക്അത്ത് ളുഹ നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ് നാലാമതായി നമ്മൾ ചെയ്യേണ്ടത്. ളുഹ എന്നുള്ളത് സ്വാലിഹീങ്ങളുടെ നമസ്കാരമാണ്. നല്ല വിജയം നേടിത്തരുന്ന നമസ്കാരമാണ്. വലിയ ബറക്കത്താണ്, വലിയ ഖൈറാണ് ളുഹ നമസ്കാരം എന്നുള്ളത്. ളുഹാ നമസ്കാരം എന്നും നമ്മൾ ശീലിക്കേണ്ടതാണ്. ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് പരീക്ഷ ദിവസത്തിൽ നമ്മൾ വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. 5-മതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ളുഹാ നമസ്കാരത്തിന് ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് സൂറത്തുൽ ഇൻശിറാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب എന്ന സൂറത്തുൽ ഇൻശിറാഹ് നമ്മുടെ ഹൃദയം വിശാലമാക്കും. നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാൻ അത് കാരണമാകും. വളരെയധികം പഠിച്ചത് ഓർത്തെടുക്കാനുള്ള ശക്തി നമുക്ക് നൽകും. അങ്ങനെയുള്ള സൂറത്തുൽ ഇൻശിറാഹ്, ആ ഇൻശിറാഹ് നമ്മൾ 7 പ്രാവശ്യം ഓതുക എന്നുള്ളതാണ്. അള്ളാഹു പരീക്ഷയുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകും എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6-മതായി നമ്മൾ ചെയ്യേണ്ടത്, ഇതും നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് പരീക്ഷയുടെ ദിവസത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിറങ്ങുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബദർ എന്ന് പറയുന്ന ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ സഹാബാക്കൾ ചൊല്ലിയ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. ആ ലാ ഹൗല ചൊല്ലിയിട്ട് നമ്മൾ പരീക്ഷ ഹാളിലേക്ക് പോയാൽ വളരെ എളുപ്പം നമുക്ക് വിജയിച്ചു വരാൻ കഴിയും എന്നുള്ള ഉറച്ച ഈമാനോടെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ എണ്ണി പറയുമ്പോഴും വളരെ പ്രയാസമായിട്ട് പിന്നെ പഠിക്കാൻ എവിടെയാണ് സമയം? ചൊല്ലാനും ചെയ്യാനും മാത്രം ഒരുപാട് സമയം മാറ്റിവെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. പഠനത്തെ ബാധിക്കാത്ത വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ്. സെക്കൻഡുകളെ കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാനുള്ള വിഷയങ്ങളാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രമാത്രം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 7-മത്തെ വിഷയം എന്നുള്ളത്, നമ്മൾ പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോഴും പരീക്ഷാ ഹാളിലെ ബെഞ്ചിലിരിക്കുമ്പോഴും പേപ്പർ മേടിക്കുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിട്ട് അതിൽ ആദ്യാക്ഷരം വായിച്ചു നോക്കുമ്പോഴും ആൻസർ പേപ്പർ എഴുതാൻ വേണ്ടി പേന എടുക്കുമ്പോഴും ആൻസർ പേപ്പറിലെ ആദ്യാക്ഷരം നമ്മൾ കുറിക്കുമ്പോഴൊക്കെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. ബിസ്മി കൊണ്ട് നമ്മൾ എന്ത് തുടങ്ങിയാലും അത് ബറക്കത്താണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ബിസ്മി കൊണ്ട് നമ്മൾ ഒരു കാര്യം തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് ബറക്കത്തുണ്ടാകില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിൽ എല്ലാ കാര്യവും നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് പോലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇരിക്കുമ്പോഴും പേപ്പർ മേടിക്കുമ്പോഴും എഴുതുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് നമ്മൾ സെക്കൻഡുകളെ കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഈ അമൽ മുടങ്ങാതെ മറക്കാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് വലിയ ഖൈറാണ്, വലിയ ബറക്കത്താണ്. 8-മത്തെ വിഷയം എന്നുള്ളത്, നമ്മുടെ പേനയുണ്ടല്ലോ, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുത്ത പേന, ആ പേനയിൽ യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന്
3 പ്രാവശ്യം ചൊല്ലിയിട്ട് ആ പേനയിൽ ഒന്ന് നമ്മൾ മന്ത്രിക്കുക എന്നുള്ളതാണ് വലിയ വിജയം നേടിത്തരാൻ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ തേടുന്ന ഒരു അമലാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷ എളുപ്പമാക്കി തരുന്നതിന് വേണ്ടി അള്ളാഹുവിനെ നമ്മൾ വിളിക്കുന്ന അത്ഭുതകരമായ ഒരു എളുപ്പമാർഗമാണിത്. അങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ പേനയിൽ മന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 9ാമത്തെ വിഷയം എന്നുള്ളത് റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന പ്രാർത്ഥന പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു പ്രാവശ്യം ചൊല്ലിയിട്ട് നെഞ്ചത്തൂതുക എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി എന്നെങ്കിലും ഒരു 3 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മുടെ നെഞ്ചത്ത് ഊതുക എന്നുള്ളതാണ്. അതും നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാൻ, പരീക്ഷയ്ക്ക് ഓരോ ക്വസ്റ്റ്യനും വായിച്ചുകൊണ്ട് നമ്മൾ ആൻസർ എഴുതുമ്പോൾ അതിൻ്റെ ആൻസറുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാൻ, ഇട്ട് തരാൻ അത് സഹായമാകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 10ാമത്തെ വിഷയം എന്നുള്ളത് പരീക്ഷ എഴുതിക്കഴിഞ്ഞാൽ, പരീക്ഷ പൂർണ്ണമായും എഴുതിക്കഴിഞ്ഞാൽ അതൊന്നുകൂടി വായിച്ചു നോക്കണം. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കണം. അതൊക്കെ അതിൻ്റെ മറ്റൊരു വശമാണ്. അതിൻ്റെ കൂടെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ സ്തുതിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതും വലിയ ഒരു ബറക്കത്താണ്. 10 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 10 കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രയാസമായി തോന്നും. ഒന്ന് ചിന്തിച്ചു നോക്ക്. സെക്കൻഡുകളെ കൊണ്ട് നമ്മുടെ പഠനത്തെ ബാധിക്കാത്ത രൂപത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെയും തവക്കുലോടെയും ചെയ്തുകൊണ്ട് റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ, വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥിനികൾക്കൊക്കെ അല്ലാഹു ഖൈർ നൽകട്ടെ, ഉന്നതമായ വിജയം നൽകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.